ദിനമാണ്, നബിദിനമാണ് അല്ലേ? അപ്പൊ നബിദിനത്തിന്റെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടാലോ? പാലക്കാട് നബിദിനത്തിൽ ദഫ്മുട്ടുമായി മാവേലിയെ വരവേറ്റിരിക്കുകയാണ് നാട്ടുകാർ. അതാണ് നമ്മുടെ നാടിന്റെ റിയൽ കേരള സ്റ്റോറി. യാക്കര മുറിക്കാവിലാണ് നാട്ടുകാർ നബിദിന റാലിയും ഓണാഘോഷവും ഒരുമിച്ച് നടത്തുന്നത്. കേൾക്കൂ, കാണൂ. ഇക്ബാൽ അറയ്ക്കൽ ഉണ്ട് നമുക്കൊപ്പം. ദ റിയൽ കേരള സ്റ്റോറി. ഇക്ബാൽ, ആ കാഴ്ച മനോഹരമാണ്. ഓണത്തെ വരവേൽക്കാൻ വേണ്ടി ദഫ്മുട്ടുമായിട്ട് വരുന്നു എന്നുള്ളതാണ്. മാവേലി ഭരിക്കുന്ന സമയത്ത് ദഫ്മുട്ടുണ്ടോ എന്നറിയില്ല. പുള്ളി വന്ന് ചോദിക്കും ഇതെന്താ ഐറ്റം എന്ന് ചോദിക്കുമായിരിക്കും. ഇത് ദഫ്മുട്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇവിടെ ഇങ്ങനെയാണ് സർ എന്ന് നമ്മൾ പറയുമായിരിക്കും. ഇക്ബാൽ, എന്തെങ്കിലും കൗതുകകരമായ കാഴ്ചകളാണ്, നമുക്കത് പ്രേക്ഷകർക്കൊന്ന് പങ്കുവയ്ക്കാം. ഇക്ബാൽ. അരുൺകുമാർ, തീർച്ചയായും ദി റിയൽ കേരള സ്റ്റോറി കാണണമെങ്കിൽ പാലക്കാട്ടേക്ക് വരണം, യാക്കരയ്ക്ക് വരണം, മുറിക്കാവിലേക്ക് വരണം. ഇവിടെ കൃഷ്ണപിള്ള സ്മാരക വായനശാലയിലുള്ളവർ, അതുപോലെ തന്നെ മുറിക്കാവ് ജുമാഅത്ത് പള്ളിയും ചേർന്ന് ഇപ്പോൾ ഇവിടെ നബിദിന ആഘോഷം അതുപോലെ തന്നെ തിരുവോണ ആഘോഷം ഒരുമിച്ച് നടത്തുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ജുമാഅത്ത് പള്ളിയിലെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ദഫ് കൊട്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ള മാവേലിയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. തൊട്ടപ്പുറത്ത് ചെണ്ടമേളമുണ്ട്. അങ്ങനെ തിരുവോണവും നബിദിനവും ഒരുമിച്ചെത്തിയാൽ അത് എങ്ങനെ ഒരു നാട് കൈകാര്യം ചെയ്യണം, അത് എങ്ങനെ ഒരു നാട് ആഘോഷിക്കണം എന്നത് പാലക്കാട്ടേക്ക് എത്തിയാൽ, യാക്കരയ്ക്ക് എത്തിയാൽ മുറിക്കാവിലെ ജനങ്ങൾ കേരളത്തിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ തന്നെ ഒരു മാതൃക തീർക്കുകയാണ്. ഇവിടെ മാവേലി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയിലെ ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുണ്ട്. മാവേലി, എന്തായാലും നബിദിനാഘോഷം കൂടിയും ആഘോഷിച്ച് മടങ്ങാല്ലേ? തീർച്ചയായിട്ടും അടിച്ചു പൊളിച്ചിട്ട് പോകണം. കാരണം ഇതുപോലെ കാഴ്ച ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അത്ര ആഹ്ലാദകരമായി സന്തോഷകരമായി നടക്കുന്ന ഈ ആഘോഷത്തിന് എല്ലാ ആശംസകളും നേരുന്നു. എന്താ പേരെന്താ? എന്റെ പേര് ദാസ് കലാശാല. എവിടുന്നാ വരുന്നത്? ഹരിപ്പാട്, ആലപ്പുഴ. ഇത്തവണ ഇത്തരത്തിൽ നബിദിനാഘോഷം കൂടി വലിയ തീർച്ചയായിട്ടും 5 വർഷമായിട്ട് ഞാനിവിടെ വരുന്നുണ്ട്. പക്ഷെ ഇതാദ്യമാണ് ഇങ്ങനൊരു അനുഭവം. അതെന്താണ് വലിയ ഇതിനോടൊപ്പം തന്നെ മാവേലി ഉൾപ്പെടെയുള്ളവർ എത്തിയപ്പോലെ വലിയ സന്തോഷമായി. ആദ്യമായിട്ടുള്ള അനുഭവമായിരുന്നു. വലിയ സന്ദേശമാണ് ലോകത്തിന്റെ മുന്നിൽ കേരളം കാണിക്കുന്നത്. വലിയ സന്തോഷം. നബിദിനും ഓണം വന്നപ്പോൾ വലിയൊരു സന്തോഷമായി. യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് റിയൽ കേരള സ്റ്റോറി നിങ്ങൾ നേരത്തെ പറഞ്ഞത് തികച്ചു സത്യമാണ്. ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും മാതൃകയാവട്ടെ. ഞങ്ങൾക്ക് ഫോർച്ചുനേറ്റ്ലി ഇന്നൊരു അവസരം കിട്ടിയതാണ്. നബിദിനവും ഓണവും ഒരുമിച്ച് വന്നു എന്നുള്ളത് കൊണ്ട് വായനശാലയുടെ ആൾക്കാരാണ്. ഒരു മിനിറ്റ് ഈ ദൃശ്യങ്ങൾ കണ്ടില്ലേ? ഒരുമിച്ച് ഈ കുട്ടികളെല്ലാം തോളോട് തോൾ ചേർന്ന് ഈ കേരള സ്റ്റോറി എന്താണെന്നുള്ളത് ജനങ്ങൾക്കും ലോകത്തിനും കാണിക്കുന്നത് ഇങ്ങനെയാണ്. നബിദിനം ആഘോഷിക്കാൻ കാഴ്ചയാണ്. ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി എന്ന് നമ്മൾ ലോകത്തെ അറിയിക്കുക കൂടിയാണ്. മാവേലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ദഫ്മുട്ടുമായിട്ട് കുട്ടികൾ വരുന്ന കാഴ്ചയുണ്ട്. ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ഓണം നമ്മുടെ ആഘോഷമാണോ എന്നൊക്കെ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു. ഓണം നമ്മുടെ എല്ലാവരുടെയും ആഘോഷം അല്ലേ? അങ്ങനെ സംശയം. അപ്പോൾ ചുമ്മാ ആവശ്യമില്ലാത്ത ആൾക്കാർ